വെയിൽ കൊള്ളാതിരിക്കാൻ കടയുടെ മുന്നിൽ പന്തലിട്ടാൽ ടാക്സ് കൊടുക്കേണ്ടി വരുമോ? ഇറ്റലിയിലെ വെനറ്റോയിൽ വരും. അവിടെ കടയുടെ നിഴൽ റോഡിലേക്ക് വീണാൽ ആ നിഴലിന് വരെ കടക്കാരൻ ടാക്സ് കൊടുക്കണം. ഷാഡോ ടാക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ന്യൂസിലൻഡിലേക്ക് പോകാം. അവിടെ പശുക്കൾ ഏമ്പക്കം വിട്ടാൽ കർഷകർ ടാക്സ് അടയ്ക്കണം. പശുവിൻ്റെ ഏമ്പക്കത്തിൽ മീഥെയ്ൻ ഉള്ളതുകൊണ്ട് അത് പരിസ്ഥിതിക്ക് ദോഷമാണത്രേ. അതുകൊണ്ട് ഇതിനെ ബേർപ്പ് ടാക്സ് എന്ന് വിളിക്കുന്നു. ജർമ്മനിയിൽ പട്ടി സ്നേഹികൾ സൂക്ഷിക്കുക. അവിടെ പട്ടി വെറുമൊരു മൃഗമല്ല, ലക്ഷറിയാണ്. പട്ടിയെ വളർത്തണമെങ്കിൽ ഹണ്ടർസ്റ്റോയർ എന്ന പേരിൽ വലിയൊരു തുക സർക്കാരിന് കൊടുക്കണം. അമേരിക്കയിലെ മാരിലാൻഡിൽ നിങ്ങൾ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്താൽ ടാക്സ് പോകുമെന്നറിയാമോ? ഫ്ലഷ് ടാക്സ് എന്നാണ് ജനങ്ങൾ ഇതിനെ വിളിക്കുന്നത്. മലിനജലം ശുദ്ധീകരിക്കാൻ വെള്ളക്കാരത്തിൻ്റെ കൂടെ വാങ്ങുന്ന ടാക്സാണിത്. ഇതൊക്കെ എന്ത്? നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു ഒരു വിചിത്ര ടാക്സ്. 2016 ബർഗറിനും പിസയ്ക്കും ഏർപ്പെടുത്തിയ ഫാറ്റ് ടാക്സ്. നമ്മൾ മലയാളികൾ ജങ്ക് ഫുഡ് കഴിച്ച് തടിക്കാതിരിക്കാൻ കൊണ്ടുവന്ന ടാക്സ് ആയിരുന്നു ഇത്.